ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ്. ഒരു അഴിമതിയുടെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ജീവന് ഭീഷണി നേരിടുന്ന ഒരു സന്ദർഭം ഉണ്ടായതിനാൽ അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിലും നമ്മൾ 30-ാം തീയതി നടത്തിയ ധരണയെ കുറിച്ചറിയാം. അതിന്റെയും തിരക്കിലായതിനാൽ തീർച്ചയായും എത്താൻ കഴിഞ്ഞില്ല. അതിൽ ഞാൻ സാദരം ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കഴിഞ്ഞ മാസം 30/6/2026 P&G അപ്പാർട്ട്മെന്റും നമ്മൾ എല്ലാവരും ചേർന്ന് തോപ്പുംപടിയിൽ ഒരു ധർണ നടത്തിയിരുന്നു. അതിന് മറുപടി എന്നോണം GCDയിലെ 400ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ഒരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഫലമായി വെറും പച്ചക്കള്ളം പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചത് നിങ്ങൾ കണ്ടിരിക്കും. അതിൽ സത്യത്തിൽ അവർ നമ്മുടെ ജീവനെയും നമ്മുടെ ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അവർ ആ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഒരു ഗൂഢാലോചനയുടെ അവരുടെ ഈ അഴിമതിയിൽ നിന്നും കൈകഴുകാനുള്ള ഈ ഉദ്യോഗസ്ഥരുടെ വ്യഗ്രതയായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം, ശക്തമായി തന്നെ പ്രതികരിക്കണം. ഇതിനു മുൻപ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ GCDയെ തെറ്റിദ്ധരിപ്പിക്കുകയും ഞങ്ങളുടെ സമക്ഷത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും അവിടെ വാക്തർക്കങ്ങൾ ഉണ്ടാവുകയും വാക്തർക്കങ്ങൾക്കൊടുവിൽ ബഹുമാനപ്പെട്ട കളക്ടർക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതുമാണ്. ഇന്ന് നമ്മൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കുന്ന രീതിയിലും നമ്മുടെ ആത്മാഭിമാനത്തെയും നമ്മുടെ സത്യസന്ധതയും ചോദ്യം ചെയ്യുന്ന രീതിയിലുമാണ് GCDയെ ഇത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഫലമായി മറുപടിയായി നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം, ഒന്നായി സംസാരിക്കണം. ഇത് മുണ്ടൻവേലിയിലെ മാത്രം വിഷയമല്ല, ഇത് കേരളത്തിന്റെ വിഷയമാണ്, ഇത് നമ്മുടെ നാടിന്റെ വിഷയമാണ്. ഇത് നമ്മുടെ നാടിന്റെ വിഷയമായി നമ്മളെല്ലാവരും ഏറ്റെടുക്കുക തന്നെ വേണം. GCDയെ ആ വാർത്തയിൽ കൃത്യമായി പറയുന്നു, ഇതിൽ നിന്നും ഒരു തുള്ളി മാലിന്യം പോലും പുറത്തേക്ക് ഒഴുകുന്നില്ല, റോഡുകളിലേക്ക് ഒഴുകുന്നില്ല, ആർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്ന്. KCBയുടെ കൃത്യമായ പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ നിയമലംഘനം നടന്നിരിക്കുന്നു എന്ന്. അതിനും GCDയെ മറുപടി പറയുന്നത് അത്തരത്തിലൊരു നിയമലംഘനം ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും ഇത് വലിയൊരു അഴിമതിയുടെ കൈകഴുകലിന്റെ ലക്ഷണമാണ്. അതിന് നമ്മൾ ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കണം. ജനാധിപത്യ ബോധമുള്ള, സമൂഹ ബോധമുള്ള, നമ്മുടെ ജീവനെയും ജീവിതത്തെക്കുറിച്ചും നീതിബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മൾ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും നേരെയാണ് GCD ഉദ്യോഗസ്ഥർ 3/7/2026 ഈ പച്ചക്കള്ളം പടുത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ അനീതിക്കെതിരെ നമ്മൾ പ്രതികരിക്കുകയും ശ്രദ്ധിക്കുകയും തന്നെ വേണം. അതിനായി നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹകരണവും ഞാൻ ഇതിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് 8-ാം തീയതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സത്യം ജനങ്ങളിലേക്കും ഭരണാധികാരികളിലേക്കും എത്തുക തന്നെ വേണം. അതിന് പൂർണ്ണ സഹകരണവും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.